സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശാലോം TV ഒരുക്കുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ നമ്മളോട് സംസാരിക്കുവാനും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും KCBC ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുമായിട്ട് എത്തിയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകരും യുവജന സുഹൃത്തുക്കളുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ സൗഖ്യദായക കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരം നമുക്ക് പാപമോചനവും അതോടൊപ്പം തന്നെ പുതുജീവനും നൽകുന്ന കൂദാശയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏത് വിഷയത്തെക്കുറിച്ചാണ് എന്ന് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? യെസ്, ആ മൈക്കിക്കടി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ് അല്ലേ? അതേക്കുറിച്ച് നമ്മൾ പല ചർച്ചകളും കഴിഞ്ഞ എപ്പിസോഡിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി നിങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ നമ്മൾ അതേ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്നു. കുമ്പസാരം എന്ന കൂദാശ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, അത് വൈദികനും ഒരു പാപിയും തമ്മിലുള്ള ഇടപെടലല്ല, ബന്ധമല്ല. മറിച്ച് ഈശോമിശിഹായും വിശ്വാസിയും തമ്മിലുള്ള ബന്ധമാണ് കുമ്പസാരം. കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത് ഒരു സാധാ മനുഷ്യൻ മാത്രമായി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തി എന്നുള്ള കാരണത്താൽ അവിടെ ഇരിക്കുന്ന വൈദികൻ അല്ലെങ്കിൽ മെത്രാൻ അദ്ദേഹമാണ് കുമ്പസാരിപ്പിക്കുന്നത്. നിങ്ങൾ ഏതൊരു മനുഷ്യരെയും പോലെ സാധാരണക്കാരാണ്, നമ്മൾ ആരെയും പോലെ പാപികളാണ് ഓരോ കുമ്പസാരക്കാരൻ. പക്ഷേ ദൈവം ആ വ്യക്തിയിലൂടെ കുമ്പസാരക്കൂട്ടിൽ ഈശോമിശിഹായായി സന്നിഹിതനായിട്ടുണ്ട്. അതുകൊണ്ടാണ് കുമ്പസാരക്കൂട്ടിൽ ചെല്ലുന്ന ഓരോ വ്യക്തിയും ആദ്യമേ പറയുന്ന കാര്യം എന്താണ്? കുമ്പസാരക്കൂട്ടിൽ ചെന്ന് ആദ്യമേ പറയുന്ന എന്താണ്? ഒരാൾ മൈക്കടി എന്ന് പറഞ്ഞേ. പിതാവേ പാപിയായി എന്നെ ആശീർവദിക്കണമേ. പിതാവേ പാപിയായി എന്നെ ആശീർവദിക്കണം അല്ലേ? പിതാവേ എന്ന് വിളിക്കും ദൈവപിതാവിനെയാണ് അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. കാര്യം അവൾ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന കൊച്ചച്ഛന് വയസ്സ് 25 കാണുള്ളൂ. കുമ്പസാരിക്കാൻ ചെന്ന ഇച്ചായന് 80 വയസ്സ് കാണും. അപ്പോൾ ഇച്ചായനും വിളിക്കുന്ന എന്താണ്? പിതാവേ പാപിയായ എന്നിൽ കനിയണം അല്ലേ? അതായത് എൻ്റെ കുമ്പസാരം കേട്ടെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിശ്വാസമാണ് ആദ്യമേ ഏറ്റുപറയുക. കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, കുമ്പസാര രഹസ്യമല്ലാത്തതുകൊണ്ട് പരസ്യമായി പറയാം. കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആദ്യ കുർബാനയ്ക്കുള്ള കുമ്പസാരം കേൾക്കുക എന്ന് പറയുന്നത് വളരെ ഹൃദ്യമായ അനുഭവമാണ്. ഈ കൊച്ചുങ്ങൾ പാപമൊന്നും കാര്യമായി ചെയ്തിട്ടില്ല, മാലാഖ കുഞ്ഞുങ്ങളാണ്, അതിൽ പാപമൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും അവർ അച്ഛനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഒരു 5-6 പാപം അവർ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? മിക്കവാറും സിസ്റ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് പാവങ്ങളുമായിട്ടാണ് അവർ വരിക. ഞാനൊരിക്കലും ഇങ്ങനെ കുമ്പസാരിപ്പിക്കാൻ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കൊച്ചുങ്ങളെ തലേന്ന് കുമ്പസാരിപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഒരു കൊച്ച് വന്ന് എന്നോട് പറഞ്ഞു, പാപിയായ പിതാവേ എൻ്റെ പാപം കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നോട്. ഞാൻ പറഞ്ഞെടാ കുട്ട, അങ്ങനെയല്ല, പിതാവേ പാപിയായ എന്നെ എന്ന് പറഞ്ഞണം. അവൻ ആയിക്കോട്ടെ അച്ഛാന്ന് പറഞ്ഞു. അവൻ സമ്മതിച്ചു. അവൻ രണ്ടാമനും വന്ന് എന്നെ വിളിച്ചു, പാപിയായ പിതാവേ എന്ന് വിളിച്ചു. ഇനി എനിക്ക് ആദ്യം സംശയം തോന്നി, ഇനി വല്ല സിസ്റ്റേഴ്സ് പഠിപ്പിച്ച് തെറ്റിയതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ പിള്ളേർ വന്ന് ശരിയായി തന്നെ പറയുന്നുണ്ട്. പിന്നെയും ഈ കുഞ്ഞുങ്ങൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ
ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് പാപിയായ പിതാവേ എന്ന്. പിന്നെ എനിക്ക് തോന്നി അത് തിരുത്തണ്ട. കാരണം ഈ മാലാഹ കുഞ്ഞുങ്ങളിലൂടെ ദൈവം തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഈ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ പാപം മോചിക്കാൻ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന എന്നോട് സാമുവേലിലൂടെ ഹേലിയോട് സംസാരിച്ച ദൈവം എന്നോടും പറയുന്നതായിരിക്കും. എന്താണ്? ഈ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കിയാൽ നീ ഇവരുടെ പാപം മോചിക്കാൻ വല്ല യോഗ്യതയുണ്ട്? ശരിക്കും അതുകൊണ്ട് ഈ കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഏതൊരു അച്ഛനും അറിയാം, ആ അച്ഛൻ്റെ പുണ്യമോ അച്ഛൻ്റെ യോഗ്യതയോ ഒന്നുമല്ല കുമ്പസാരം എന്ന കൂദാശയെ അർത്ഥപൂർണമാക്കുന്നത്. അത് ഈശോമിശിഹ അവിടെ സന്നിഹിതമാകുന്നതുകൊണ്ട്. പലപ്പോഴും കുമ്പസാരിക്കുന്ന വ്യക്തികളുടെ അനുതാപവും ഏറ്റവും നിസ്സാരങ്ങളായ പാപങ്ങളെക്കുറിച്ച് പോലും അവർ പ്രകടിപ്പിക്കുന്ന വലിയ അനുതാപവും കുമ്പസാരിപ്പിക്കുന്ന വൈദികരായ ഞങ്ങളെ കൂടുതൽ അനുതാപത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നയിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുമ്പസാരം എന്ന കൂദാശയെ നമ്മൾ അച്ഛനും വിശ്വാസിയും തമ്മിലുള്ള ഒരു ബന്ധമായി ഒരിക്കലും മനസ്സിലാക്കരുത്. നിങ്ങളെ കുമ്പസാരിപ്പിക്കുന്ന എല്ലാ വൈദികരും ഇതുപോലെ നിങ്ങളെക്കാളും കൂടുതൽ തവണ മുട്ടിന്മേൽ നിന്ന് തങ്ങളുടെ പാപം മറ്റൊരു വൈദികൻ്റെ അടുക്കൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിയിട്ടാണ് നിങ്ങളെ കുമ്പസാരിപ്പിക്കാനിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇതൊരു വൈദിക വിഷയമല്ല. സിനിമകളിലും കഥകളിലുമൊക്കെ ഇത് അവതരിപ്പിക്കുന്നത് അച്ഛൻ എന്തൊക്കെയോ അച്ഛൻ്റെ അധികാരം ഉപയോഗിച്ച് പാപം മോചനം കൊടുക്കുന്നു, അച്ഛൻ എന്തൊക്കെയോ കൗതുകത്തോടെ കേൾക്കുന്നു, പലരും തിക്കിത്തിരക്കിയിരുന്ന് ഒന്നുകൂടെ പറഞ്ഞ് എന്ന് പറഞ്ഞ് പറയുന്ന അത്തരത്തിലുള്ള വിവരദോഷങ്ങളായിട്ട് കുമ്പസാരം എന്ന കൂദാശയെ അധിക്ഷേപിക്കുന്ന പല സിനിമകളും തിരക്കഥകളുമൊക്കെ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും മനസ്സിലാക്കേണ്ട വലിയ സത്യം, കുമ്പസാരക്കൂട്ടിൽ സാക്ഷാൽ ദൈവപുത്രനായ ഈശോമിശിഹ സന്നിഹിതമായി നാം ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം അവിടുത്തെ കുരിശിലേക്ക് സംവഹിച്ച് തൻ്റെ തിരുരക്തത്താൽ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കഴുകി ശുദ്ധമാക്കി ദൈവമക്കളുടെ പദവി നമുക്ക് തിരിച്ചു തരുന്ന മഹാത്ഭുതമാണ് ഓരോ കുമ്പസാരക്കൂട്ടിലും സംഭവിക്കുക. ഈ ഒരു സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച തുടരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ചർച്ചയ്ക്ക് വിഷയമാകേണ്ട യാഥാർത്ഥ്യങ്ങളും ഇവിടെ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. നന്ദി പിതാവേ. പിതാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. ശിശു സഹജമായ ഒരു മനസ്സോടുകൂടെ വേണം നമ്മൾ അനുതാപ ശുശ്രൂഷയ്ക്ക് അണയുവാനായിട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരാണ് ആദ്യം ചോദ്യം ചോദിക്കുന്നത്? ഓക്കെ, റീന ടീച്ചറാണ്. ടീച്ചറുടെ സംശയം എന്താണ്? പിതാവേ, ഒരു വൈദികൻ ഒരു കാരണവശാലും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുകയില്ല എന്ന ഒരു അറിവാണ് എനിക്കുള്ളത്. എൻ്റെ സംശയം ഇതാണ് പിതാവേ, ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിർണായക ഘട്ടത്തിൽ ഒരു കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ ഒരു വൈദികന് അവകാശമുണ്ടോ? കുമ്പസാര രഹസ്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ വെളിപ്പെടുത്താൻ ഒരു വൈദികനും ഒരു സാഹചര്യത്തിലും തൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്ന് വന്നാൽ പോലും അവകാശമില്ല എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാര രഹസ്യം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ സത്യമാണ്. അതുകൊണ്ട് വൈദികരായ ഞങ്ങളെടുക്കുന്ന ഒരു മുൻകരുതൽ എന്താണ് എന്ന് ചോദിച്ചാൽ, കുമ്പസാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചകൾ വരുമ്പോൾ ആ ചർച്ചകൾ വഴിമാറ്റിവിടും. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കും പ്രവേശിക്കാതിരിക്കാൻ ഞങ്ങൾ എപ്പോഴും ബോധപൂർവമായി ശ്രമിക്കാറുണ്ട്. പ്രത്യക്ഷമായ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇന്ന വ്യക്തി ഇന്ന പാപം ചെയ്തു എന്ന് പറയുന്നത് പ്രത്യക്ഷമായ വെളിപ്പെടുത്തലാണ്. അത് ഗുരുതരമായ തെറ്റാണ്. പരോക്ഷമായി വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പണ്ടിരുന്ന ഒരു പള്ളിയിൽ
ഇന്ന പള്ളി ഞാൻ ഇരുന്ന കാലത്ത് അവിടെ ചില ചെറുപ്പക്കാരന്മാർ ഇന്ന പാപം വന്ന് ചെയ്യുമായിരുന്നു, അതെന്നോട് കുമ്പസാരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഇന്ന ആളാണെന്ന് എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ ഇന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരെന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും ഇന്നോന്മാരൊക്കെ ആയിരിക്കും എന്ന് ഊഹിക്കാനുള്ള ഒരു പഴുത് അവിടെ ശേഷിപ്പിക്കുന്നു. അതാണ് പരോക്ഷമായ വെളിപ്പെടുത്തൽ. ഇത് രണ്ടും സഭ വിലക്കിയിരിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ജോൺ നെബുംസ്യാൻസൻ്റെ കഥ, ജോൺ നെപ്പോമുക്ക് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. കുമ്പസാരത്തിൻ്റെ വിശുദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. ഈ മനുഷ്യൻ എൻ്റെ അടുക്കൽ രാജ്യത്തെ രാജ്ഞി വന്ന് കുമ്പസാരിച്ചു. രാജാവ് ഒരു സംശയരോഗിയായിരുന്നു. ഈ ഭാര്യയ്ക്ക് മറ്റെന്തെങ്കിലും അവിഹിതമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് പുള്ളിക്ക് അറിയണം. താൻ ചോദിച്ചാൽ പറയുകയില്ല. അതേസമയം കുമ്പസാരത്തിൽ അച്ഛനോടാണെങ്കിൽ പറഞ്ഞിട്ടുമുണ്ടാകും. രാജാവ് അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആ ഭാര്യ എന്തൊക്കെയാണ് കുമ്പസാരിച്ചത് എന്ന് എന്നോട് പറയണമെന്ന്. അച്ഛൻ പറഞ്ഞു, ഞാൻ പറയുന്ന വിഷയമില്ല, എനിക്കത് പറയാൻ പാടില്ല, അത് കുമ്പസാര രഹസ്യമാണ്, സാക്രമെൻ്റൽ സീലാണ്, പറയല. അവസാനം രാജാവ് പറഞ്ഞു, ഒരുപാട് ഉപദ്രവിച്ചു. വിശുദ്ധൻ്റെ നാവ് രാജാവ് പിഴുതെടുത്തു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാൻ മേല എങ്കിൽ താന് ഇനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് നാക്ക് വാളുകൊണ്ട് മുറിച്ചെടുത്തു കളഞ്ഞു. അവസാനം അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പക്ഷേ എന്നിട്ടും ആ വിശുദ്ധൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയില്ല. അതാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. തിരുസഭ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം ജീവൻ കൊടുത്ത് ആ മനുഷ്യൻ സംരക്ഷിച്ചു എന്നതുകൊണ്ടാണ്. അങ്ങനെ കുമ്പസാര രഹസ്യം സൂക്ഷിക്കാനുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് ജയിലിൽ പോയി കിടന്ന വൈദികർ ഈ കേരളക്കരയിൽ തന്നെയുണ്ട്. എല്ലാവരും ആക്ഷേപിച്ച് പരിഹസിച്ചിട്ട് പോലും കോടതി അദ്ദേഹത്തെ, കീഴ്ക്കോടതികൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ട് പോലും ഇത് വെളിപ്പെടുത്താതെ കുമ്പസാര രഹസ്യത്തിൻ്റെ പവിത്രത സൂക്ഷിച്ച ഒരു ബെനഡിക്റ്റ് ഓണംകുളം അച്ഛനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ഈ കേസിൽ ഉൾപ്പെട്ട കുടുംബത്തിലെ വ്യക്തികൾ അത് പരസ്യമായി വെളിപ്പെടുത്തിയപ്പോഴാണ് എല്ലാവരും അറിയുക, യഥാർത്ഥത്തിൽ കുമ്പസാര രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അച്ഛൻ ഈ കണ്ട പീഡനങ്ങൾ മുഴുവനും അനുഭവിച്ചത് എന്ന്. അതായത് കുമ്പസാര രഹസ്യത്തെ വൈദികർ എത്ര കണ്ട് ആദരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പിതാവേ, എൻ്റെ ഒരു സംശയം, ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ വൈദികന് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ അവകാശമില്ലെന്ന്. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വൈദികന് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സഭ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക? അത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. ഇതൊക്കെ പറഞ്ഞാലും ടീച്ചറിനറിയാം, വല്ല അച്ഛന്മാരും ഇത് വെളിപ്പെടുത്തിയാൽ എന്താണ് നടപടി. സാധാരണഗതിയിൽ അത് വെളിപ്പെടുത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഒരു പൗരോഹിത്യത്തിൻ്റെ അസ്തിത്വപരമായ നിലപാടാണ് കുമ്പസാര രഹസ്യം സൂക്ഷിക്കുക എന്ന്. സാധാരണഗതിയിൽ 99.9% അച്ഛന്മാരും കുമ്പസാര രഹസ്യം സൂക്ഷിക്കും. ഇനി ടീച്ചർ പറഞ്ഞതുപോലെ, അല്ലെ ടീച്ചർ ഭയപ്പെട്ടതുപോലെ, ഏതെങ്കിലും ഒരു അച്ഛൻ തോന്നാപ്പുത്തി തോന്നി ഇത് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ സഭയുടെ നിലപാട് എന്താണ് എന്നാണ്, അല്ലേ? അത് സഭ അതിനെ വളരെ ഗൗരവമുള്ള തെറ്റായിട്ടാണ് കരുതുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ അച്ഛന് ഞാനിങ്ങനെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയെന്ന് വേറൊരു അച്ഛൻ്റെ അടുക്കൽ പോയി കുമ്പസാരിച്ച് പാപമോചനം നേടാൻ പറ്റിയാൽ, പകരം ആ അച്ഛൻ എന്തു ചെയ്യണം? ആ വൈദികൻ അതിനാൽ തന്നെ മഹ്റൂൻ ശിക്ഷയ്ക്ക് കീഴിൽ സഭയ്ക്ക് പുറത്താണ്. അങ്ങനെ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് തിരികെ കയറണമെങ്കിൽ അദ്ദേഹം ആ തെറ്റ് മറ്റൊരു വൈദികൻ്റെ അടുക്കൽ ഏറ്റുപറഞ്ഞ്, ആ വൈദികനത് മോചിക്കാൻ അവകാശമില്ല. ആ വൈദികൻ എന്തു ചെയ്യണം? ആ തെറ്റ്, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചു എന്നുള്ള കാര്യം മെത്രാനച്ഛൻ്റെ അടുക്കൽ ചെന്ന്, ഈ അച്ഛനല്ല, ആരാണോ ആ കുമ്പസാരം കേട്ടത് ആ വൈദികൻ ചെന്ന് പറയണം,
മെത്രാൻ ഇന്നയാളാണെന്ന് വെളിപ്പെടുത്താൻ പാടില്ല. അവിടെയും കുമ്പസാര രഹസ്യം സൂക്ഷിക്കണം. ഈ അച്ഛൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തി എന്നുള്ള പാപം വേറൊരച്ഛൻ്റെ അടുക്കൽ ഏറ്റു പറഞ്ഞാൽ ആ കുമ്പസാരം കേട്ട അച്ഛന് അത് കുമ്പസാര രഹസ്യമാണ്, അല്ലേ? അത് വെളിപ്പെടുത്താൻ പാടില്ല ഇന്നയാൾ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു പാപം മോചിക്കാനുള്ള അധികാരം തരണം എന്ന് പിതാവിനോട് അപേക്ഷിച്ച് കഴിയുമ്പോൾ പിതാവ് അത് ഒപ്പിട്ട് റോമിൽ മാർപ്പാപ്പായ്ക്ക് അയച്ചു കൊടുക്കും. മാർപ്പാപ്പയുടെ ഒരു കാര്യാലയമുണ്ട്, സേക്രഡ് പെനിറ്റൻഷ്യറി എന്ന് പറയുന്ന ഒരു കാര്യാലയത്തിൽ നിന്ന് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ പാപം മോചിക്കാനുള്ള അധികാരം, ഈ കുമ്പസാരിപ്പിക്കാനുള്ള അവകാശം ചോദിച്ച അച്ഛന് കൊടുക്കാൻ മെത്രാനെ ചുമതലപ്പെടുത്തും. മെത്രാൻ ഈ വൈദികനെ വിളിച്ച് പറയും, അച്ഛൻ്റെ അടുക്കൽ ആരാണോ വന്ന് കുമ്പസാരിച്ചത് ആ ആൾക്ക് പാപം മോചിക്കാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്, അച്ഛന് പാപമോചനം നൽകാം. അദ്ദേഹം വീണ്ടും വന്ന് ഈ അച്ഛനെ വിളിക്കണം, എന്നിട്ട് വീണ്ടും കുമ്പസാരം കേട്ട് പാപമോചനം നൽകണം. മനസ്സിലാവുന്നു? അത്രയും ഗൗരവമുള്ള വിഷയമായിട്ടാണ് തിരുസഭ അതിനെ കരുതുന്നത്. അതുവരെയും ആ വൈദികൻ യാതൊരുവിധ പുരോഹിത ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല എന്ന് തിരുസഭ വിലക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ അത്രമേൽ ഗൗരവത്തോടെയാണ് തിരുസഭ കരുതുന്നത് എന്ന് എല്ലാ വിശ്വാസികളും മനസ്സിലാക്കണം. അതുകൊണ്ടൊരു വൈദികൻ എത്ര മോശക്കാരനാണെങ്കിലും, പലരും പൗരോഹിത്യം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷെ അവർ പോലും ഇന്ന് വരെയും ആരുടെയെങ്കിലും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയതായി നമ്മൾ ആരും കേട്ടിട്ടില്ല. കാരണം എന്താണ്? അത് പൗരോഹിത്യത്തിന് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കുമ്പസാര രഹസ്യം അതിൻ്റെ സമ്പൂർണതയിൽ സൂക്ഷിക്കാനുള്ള അനുഗ്രഹം. പിതാവെ, ഇപ്പോൾ രാജ്യതാല്പര്യങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് ആ അച്ഛൻ അറിയാമെങ്കിൽ ഇപ്പോൾ കുമ്പസാരത്തിലൂടെ വന്ന് പറഞ്ഞാൽ അത് അച്ഛനെ വെളിപ്പെടുത്താൻ പറ്റുമോ? യെസ്, അത് വെളിപ്പെടുത്താൻ പാടില്ല. രാജ്യതാല്പര്യമല്ല, ഏത് താല്പര്യത്തിൻ്റെ പേരിലാണെങ്കിലും കുമ്പസാര രഹസ്യത്തിൽ കിട്ടിയ ഒരു കാര്യം വെളിപ്പെടുത്തരുത്. ഇന്നയാൾ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്താൻ പാടില്ല. അതേസമയം നമുക്ക് അനുസരിച്ച് പ്രവർത്തിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് കുമ്പസാരിക്കുകയാണ്. ഇപ്പോൾ ആ കുർബാന ചെല്ലുന്ന അച്ഛനോട് എനിക്ക് തീരാത്ത പകയുണ്ട്, അതുകൊണ്ട് ആ അച്ഛൻ കുർബാനയ്ക്ക് വെച്ചിരിക്കുന്ന വീഞ്ഞിൽ ഞാൻ വിഷം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അയാൾ അത് കുടിച്ച് മരിക്കണം, പക്ഷേ അത് എനിക്ക് പാപമോചനവും കിട്ടണമെന്ന്. അച്ഛൻ ആ പാപം മോചിക്കാം, പക്ഷേ അച്ഛന് ചെയ്യാവുന്ന ആ രഹസ്യം വെളിപ്പെടുത്താതെ ചെയ്യാവുന്ന കാര്യമുണ്ട്. അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ വീഞ്ഞ് എടുത്ത് കളഞ്ഞ് വേറെ വീഞ്ഞ് അവിടെ ഒഴിച്ചു വയ്ക്കാം, വിഷമില്ലാത്ത വീഞ്ഞ്. അങ്ങനെ ഭാവാത്മകമായ പ്രവൃത്തികൾ, ഈ ദോഷത്തിൻ്റെ നാശമുണ്ടാകാത്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിക്കും. അത് തടഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരുത്തൻ വന്ന് പറയുകയാണ്, ഇന്ന് രാത്രി 12 മണിക്ക് മലബാർ എക്സ്പ്രസ്സിന് ഞങ്ങൾ ബോംബ് വയ്ക്കാൻ പോവുകയാണ്. അത് ഇന്ന സ്ഥലത്ത് ഞങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ട്, അരമണിക്കൂറിനുള്ളിൽ ട്രെയിൻ പൊട്ടിത്തെറിക്കും എന്നൊരുത്തൻ പറഞ്ഞാൽ അച്ഛൻ എന്ത് ചെയ്യാം? അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാം. ഇങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ പരിശോധിക്കണം, അങ്ങനെ ഒരറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം. ഇനി അതാരാണെന്ന് പറയണമെന്ന് പറഞ്ഞ് അച്ഛനെ പിടിച്ചുകൊണ്ട് പോയി പോലീസുകാർ ചിലപ്പോൾ എടുത്തിട്ട് ചവിട്ടിയെന്നിരിക്കും. ചവിട്ടിയാൽ അച്ഛൻ പറയരുത്, ചവിട്ട് കൊണ്ടുപോളുക. അതാണ് തിരുസഭയുടെ നിലപാട്. അപ്പോൾ പിതാവ്, എത്ര ശ്രമകരമായ ഒരു ഉത്തരവാദിത്വമാണല്ലേ ഒരു വൈദികനെ ഏൽപ്പിക്കപ്പെടുന്നത് അല്ലേ? തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു പൗരോഹിത്യത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ കുമ്പസാര രഹസ്യത്തെ അതിൻ്റെ സമ്പൂർണതയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിതാവ് പറഞ്ഞ പോലെ വളരെ ദൈവകൃപയുള്ളവർക്ക് മാത്രമേ അത് തുടരാനായിട്ട് സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കൃപയാണത്. ഇനി ആരാണ് അടുത്ത ചോദ്യം ഉന്നയിക്കുന്നത്? പ്രീതി ടീച്ചറാണ് ചോദിക്കുന്നത്. പ്രീതി ടീച്ചറുടെ സംശയം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. മഹ്റോൻ ശിക്ഷ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിനൊരാളെ അർഹനാക്കുന്നത് ഏത് തരത്തിലുള്ള പാപമാണ്? ആ മഹ്റോൻ ശിക്ഷയ്ക്ക് അർഹമാകുകയല്ല, മഹ്റോൻ ശിക്ഷയ്ക്ക്
ഒരാൾക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് പ്രീതി ടീച്ചർ ചോദിക്കും. മഹ്റൂൻ ചെല്ലുക എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ ഒരു രീതിയായിരുന്നു. ഇപ്പോൾ കാനൻ നിയമത്തിൽ, പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഈ ശിക്ഷ എടുത്തു കളഞ്ഞു. മഹ്റൂൻ ശിക്ഷ ഇല്ല. പാശ്ചാത്യ കാനൻ നിയമത്തിൽ ചില കാര്യങ്ങളിൽ മഹ്റൂൻ ശിക്ഷയുണ്ട്. പൗരസ്ത്യ കാനൻ നിയമത്തിൽ വൈദികരെ ബാധിക്കുന്ന കാര്യങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ വൈദികരുമായി ബന്ധപ്പെട്ട ശിക്ഷണ നടപടികൾ നിലനിൽക്കുന്നു. അതേസമയം പാശ്ചാത്യ കാനൻ നിയമത്തിൽ മഹ്റൂൻ ശിക്ഷയ്ക്ക് ഒരു വ്യക്തി വിധേയമാകാൻ സാധ്യതയുള്ള ലാത്തേ സെൻറ്റൻസിയ എന്ന് ലത്തീൻ ഭാഷയിൽ അത് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്തായി. അയാളെ ഇങ്ങനെ ശിക്ഷ കൊടുത്ത് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് അയാൾ പുറത്താകുകയല്ല, അയാൾ ആ പ്രവൃത്തി ചെയ്തതിനാൽ അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ മഹ്റൂൻ. അഥവാ സ്വയം ഒരു വ്യക്തി സ്വയം സഭയ്ക്ക് പുറത്താണ് ആയിക്കഴിഞ്ഞു എന്ന സത്യം പ്രഖ്യാപിക്കുന്ന മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നു? അതാണ് മഹ്റൂൻ ശിക്ഷ. അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എന്ന് ചോദിച്ചാൽ, പാശ്ചാത്യ കാനൻ നിയമം പറയും പരിശുദ്ധ കുർബാനയെ മനഃപൂർവ്വം അവഹേളിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പോൾ പരിശുദ്ധ കുർബാന കട്ടുകൊണ്ടുപോയി അത് ചെകുത്താൻ ആരാധകർക്ക് കൊടുക്കുക, അല്ലെ പരിശുദ്ധ കുർബാനയെ ബോധപൂർവം അവഹേളിക്കുന്ന ഏത് പ്രവൃത്തി ചെയ്താൽ, കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കയറി കയ്യേറ്റം ചെയ്തു, കുർബാന ഉഴപ്പിക്കളയുക, ഇതെല്ലാം പരിശുദ്ധ കുർബാനയെ നേരിട്ട് ബോധപൂർവം അവഹേളിക്കുന്ന പ്രവൃത്തി. അത് ചെയ്യുന്ന വ്യക്തി അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണ്. വേറെ ആരും അദ്ദേഹത്തെ പുറത്താക്കേണ്ട കാര്യമില്ല. ആ പ്രവൃത്തിയാൽ ആ വ്യക്തി സ്വയം സഭയ്ക്ക് പുറത്തായി കഴിഞ്ഞു. അത് സഭ അറിയിക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ മഹ്റൂൻ ശിക്ഷയിൽ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയുടെ സീല് അല്ലെങ്കിൽ അതിൻ്റെ കുമ്പസാര രഹസ്യം പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തുന്ന വൈദികർ മഹ്റൂൻ ശിക്ഷയ്ക്ക് കീഴിലാണ്. മൂന്നാമതായി ഒരു കാര്യവും കൂടിയുണ്ട്. അതും വൈദികർക്കുള്ളതാണ്. അൽമായർക്ക് വളരെ കുറച്ചേ ശിക്ഷയുള്ളൂ, വൈദികർക്ക് ശിക്ഷ കൂടുതൽ. വൈദികർക്കുള്ളതാണ് ആറാം പ്രമാണം ലംഘിച്ച, തന്നോടൊപ്പം ആറാം പ്രമാണം ഏതെങ്കിലും വ്യക്തി ലംഘിക്കാൻ ഇടവന്ന ഒരു വൈദികൻ തൻ്റെ പങ്കാളിയായ ഈ വ്യക്തിയുടെ ഈ പാപം മോചിച്ചാൽ അത് ആ വൈദികനെ സഭാഭ്രഷ്ടനാക്കുന്നു എന്നുള്ളതാണ്. അതായത് അബ്സല്യൂഷൻ ഓഫ് ആൻ അക്കംപ്ലീസ് എന്ന് പറയും. ഈ പാപത്തിൽ മാത്രമാണിത്. ആറാം പ്രമാണം വൈദികൻ ഏതെങ്കിലും ഒരു വ്യക്തിയോടൊത്ത് ലംഘിച്ചാൽ ആ വ്യക്തിയോട് പറയുക, സാരമില്ല, നിൻ്റെ ഈ പാപമല്ലേ, അത് ഞാനങ്ങ് മോചിച്ചേക്കാം എന്ന് പറഞ്ഞ് മോചിച്ചാൽ, അങ്ങനെ മോചിക്കുന്ന വൈദികൻ സഭയ്ക്ക് പുറത്താണ്. മോചിക്കപ്പെടുന്ന വ്യക്തിയല്ല, മോചിക്കുന്ന വൈദികൻ സഭയ്ക്ക് പുറത്താണ്. മനസ്സിലാവുന്നു? അത് അങ്ങനെ വരുന്ന എല്ലാ തെറ്റുകളും പിന്നെ എങ്ങനെയാണ് മാർപ്പാപ്പ വഴിയെ മോചിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന സത്യം ഓർത്തിരിക്കും. സി കാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സൗഖ്യദായക കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചാണ്. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങൾക്കുമൊക്കെ വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും പിതാവ് വളരെ മനോഹരമായിട്ട് ദൂരീകരിച്ചു. ഇന്ന് ഈ ദിവസം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവിന് ശാലോം ടി വിയുടെ പേരിലുള്ള ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്നേ ദിവസം ഇവിടെ സംശയങ്ങൾ ചോദിക്കുവാനും ക്ലാസ്സിൽ പങ്കെടുക്കുവാനും എത്തിച്ചേർന്ന വെമ്പുവ ഹോളി ക്രോസ് ദേവാലയത്തിലെ മതാധ്യാപകർക്കും യുവജന സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരായ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഈശോയിൽ എല്ലാവർക്കും നന്ദി. സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.